അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹുല്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ള കൂട്ടുകാരെ, അവർ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. പക്ഷേ അവർ വിചാരിച്ചതിനപ്പുറത്തേക്ക് നമ്മൾ ഐക്യപ്പെട്ടു. മതപരമായ വിവേചനമില്ലാതെ നമ്മൾ ഐക്യപ്പെടുകയും ഒന്നായി സമരഭൂമിയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. സംസ്ഥാനത്തിന്റെ നിയമസഭയ്ക്കകത്തുപോലും 139 MLA-മാരുടെ പിന്തുണയോടുകൂടി കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഭരണഘടനാ വിരുദ്ധമാണെന്നും മാറി ചിന്തിക്കണമെന്നും പ്രമേയം പാസാക്കുന്ന സാഹചര്യം വരെ നമ്മുടെ ഐക്യത്തിന്റെ പേരിൽ ഈ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എറണാകുളത്ത് നമ്മൾ കണ്ട ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സമരപ്രഖ്യാപനം. ആദർശപരമായി പല തട്ടുകളിൽ നിൽക്കുന്ന മുജാഹിദ് നേതാക്കളും മുജാഹിദുകളും സുന്നികളും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവരുടെ നേതാക്കളും സുന്നികൾക്കിടയിൽ തന്നെ സംഘടനാപരമായും കർമ്മശാസ്ത്രപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള 4 സംഘടനകളുടെ നേതാക്കളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന കാഴ്ച. ഭിന്നിപ്പിക്കാൻ അവർ ശ്രമിച്ചപ്പോൾ ഐക്യപ്പെടാൻ നമുക്ക് കഴിഞ്ഞു എന്നത് വലിയ ഒരു ആശ്വാസമാണ്. എന്നാൽ ഇതിനിടയിൽ പോലും സോഷ്യൽ മീഡിയകളിലൂടെ ചില തൽപര കക്ഷികളും ചില ആവേശ കമ്മിറ്റിക്കാരും ഒന്നിച്ചിരുന്നതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. മുമ്പുണ്ടായ ഒരു ശരീഅത്ത് വിവാദത്തിന്റെ പേരിൽ അന്ന് ഒരുമിച്ചിരിക്കാൻ മനസ്സ് കാണിക്കാത്തവർ ഇന്ന് ഒരുമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നുമുണ്ട്. അതിന്റെ പിന്നാലെ പോയി വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കുന്നത് ഒരിക്കലും ഐക്യത്തിനു ഗുണകരമാകില്ല. എല്ലാവരും അവരവരുടെ അഭിപ്രായത്തിൽ ഉറച്ചു നിന്നും ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടും ഇത് മുസ്ലിമിന്റെ പ്രശ്നമല്ലാത്തതുകൊണ്ട്, ഇത് ഭരണഘടനയെ ഇല്ലായ്മ ചെയ്യുന്ന, ഭാരതത്തിന്റെ സുന്ദരമാകുന്ന പൈതൃകത്തെ കുഴിച്ചു മൂടുന്ന കിരാതമായ തീരുമാനമായതുകൊണ്ട് നമുക്ക് ഒന്നിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മുടെ നേതാക്കൾ പരസ്പര ബഹുമാനത്തോടെയും ആദരവോടെയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കിടയിലുള്ള ചില അണികള് അവര് നടത്തുന്ന തോന്നിയവാസങ്ങളും ധിക്കാരങ്ങളും നെറികേടുകളും, അതിനെതിരെ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എറണാകുളത്ത് നടന്ന മഹാസമര പ്രഖ്യാപനം, എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് കൂടിയ സമ്മേളനം. ആ സമ്മേളനത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടിയപ്പോ മുജാഹിദുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു തീവ്രവാദി, ഞാൻ അങ്ങനെ വിളിക്കുന്നതിൽ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് എന്നോട് നീരസം തോന്നരുത്, കാരണം തനിച്ച തീവ്രവാദിയാണ് അയാൾ. യാതൊരുവിധ പ്രതിപക്ഷ ബഹുമാനവുമില്ലാതെ, യാതൊരുവിധ പരലോക ചിന്തയുമില്ലാതെ, ആരുടെ മേലിലും കുഫർ ആരോപിക്കാൻ ഒരു മടിയുമില്ലാത്ത തെമ്മാടിയാണ് അയാൾ. എന്റെ യൂട്യൂബിലുള്ള മുമ്പുള്ള പല വീഡിയോകളുടെയും കമന്റുകളിൽ വന്ന് എന്നെ ഹിന്ദുവാക്കിയിട്ടുണ്ട്, ക്രിസ്ത്യാനിയാക്കിയിട്ടുണ്ട്. ഇയാൾക്ക് മുസ്ലിമീങ്ങൾ ഐക്യപ്പെടുന്നതിൽ, ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അവധി കൊടുത്തുകൊണ്ട് ഒന്നായി നിന്ന് രാജ്യത്തിന്റെ അഖണ്ഡതയെ സംരക്ഷിക്കുവാൻ സമരം ചെയ്യുന്നതിൽ വല്ലാത്ത മാനസികമായ വേദന അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ എറണാകുളത്ത് നടന്ന സമരപ്രഖ്യാപനത്തിൽ മഹാനായ കാന്തപുരം ഉസ്താദ്, അദ്ദേഹത്തെ ആദരിക്കുന്നവരുമുണ്ട്, അദ്ദേഹത്തെ എതിർക്കുന്നവരുമുണ്ട്. ആദരവും എതിർപ്പുമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ, പക്ഷേ അവിടെ വെച്ച് കാന്തപുരം ഉസ്താദ് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. സംഘടനാപരമായി വിയോജിപ്പുള്ള ആളുകളോട് ഒരു എതിർപ്പും പ്രകടിപ്പിക്കാതെ, ഒരു വാക്കുപോലും അവർക്കെതിരിൽ സംസാരിക്കാതെ
രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി മലയാളത്തിലും ഹിന്ദിയിലും പ്രസംഗം നടത്തിയ ആ മഹാപണ്ഡിതൻ, ആ പണ്ഡിതൻ ആ വേദിയിൽ ഇരുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഈ വഹാബി തീവ്രവാദി എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അയാൾ എഴുതുകയാണ്, ഇതിൽ ഒരു ഇസ്സത്തുമില്ല മുസൽമാനെ. ലോക കുബൂരികളുടെ അപ്പോസ്തലനെ മുന്നിലിരുത്തി ആൾക്കൂട്ടമുണ്ടാക്കിയാൽ റബ്ബിന്റെ സഹായം മുസ്ലിമിന് കിട്ടില്ല. മയ്യത്തുകളോട് തേടുന്നവന്റെ ദുആ റബ്ബ് സ്വീകരിക്കില്ല. ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുക, അവൻ സഹായിക്കും. ഈ ഫോട്ടോ കണ്ടിട്ട് അറപ്പും വെറുപ്പുമാണ് എനിക്ക് തോന്നുന്നത്. ഇയാളുടെ കമന്റാണ്. ഇയാൾ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്നതുകൊണ്ട് മാത്രമല്ല എൻ്റെ ഈ പ്രതികരണം, മറിച്ച് അതിനെ പിന്താങ്ങിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ ലൈക്കും അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആളുകളുടെ കമന്റും കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നിപ്പോയി. ഈ അതിസങ്കീർണമായ സാഹചര്യത്തിൽ പോലും മുസ്ലിമീങ്ങളുടെ പക്ഷത്ത് നിന്നുള്ള ഒരു പണ്ഡിതനെ ഇത്തരത്തില് തോന്നിയവാസം എഴുതിവിടാൻ ധിക്കാരം കാണിക്കുന്നവർ, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്, അതിനപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ സുന്നികളുടെ തന്നെ നേതാക്കന്മാരുണ്ട്. പാണക്കാട്ട തങ്ങളുണ്ട്, മൗലാന നജീബ് മൗലവി മമ്പാടുണ്ട്, അതുപോലെ ചേലക്കളം ഉസ്താദ് ദക്ഷിണയുടെ പണ്ഡിതനാണ്, CA മൂസ മൗലവിയെ പോലെ പണ്ഡിതന്മാരുണ്ട്. ഇവരൊക്കെയും ഇസ്തിഗാസ നടത്തുന്നതിന്, മയ്യത്തിനോട് ദുആ ചെയ്യാന്ന് ഇയാൾ പറഞ്ഞ സഹായതേട്ടം നടത്തുന്നതിന് അനുകൂലിക്കുന്നവരും അതിനുവേണ്ടി വാദിക്കുന്നവരുമാണ്. അവരെ ഒന്നും പരാമർശിക്കാതെ പോകട്ടെ, ഇയാളുടെ കൂട്ടത്തിൽ മുമ്പുണ്ടായിരുന്നവരെ ഇയാൾ എങ്ങനെയാണ് പരാമർശിച്ചിട്ടുള്ളത്? ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് നടത്തുന്ന ചെകുത്താന്മാരോട് ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്ടേ. നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ദയവ് ചെയ്ത് പരിപാടികൾ സംഘടിപ്പിക്കരുത്. നിങ്ങൾ മുസ്ലിമീങ്ങളാണെന്നുള്ളതിൽ രണ്ടാമതൊരു ചർച്ച നടത്തേണ്ട കാര്യമുണ്ട്. ഇതിന്റെ നേതാവ് CP ഉമർ സലീമിന്റെ ഒരാളാണ്. അയാൾക്ക് എന്തിന്റെ കേടാണ്? നല്ല നിലക്ക് കുയ്ക്ക് കാലും നീട്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത, ഒരുപാട് ആളുകൾക്ക് തൗഹീദ് എത്തിക്കാൻ കാരണക്കാരനായ ഒരു സുല്ലമിയാണ് അയാൾ. അയാൾ അവസാന കാലത്ത് പച്ച കാഫിര്യങ്ങളുടെ മൂട് താങ്ങി അങ്ങനെ തന്നെ മരിച്ചു പോകേണ്ട ഗതികേട് അയാൾക്ക് വന്നു പോകും. അയാളോട് പറയണേ, ഇപ്പൊ നിങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങാം, ഇസ്ലാമക്ക് വരാം. ഈ ഹദീസ് ചെയ്ത് ഈ കരിമ്പിലാക്കൽ ചെകുത്താന്മാരുടെ കൂടെ നടന്നങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും കൊയ്യുക. ഒരു സംശയം അക്കാര്യത്തിലില്ല. അപ്പൊ ഇങ്ങനെ സ്വന്തം കൂട്ടത്തിലുള്ളവർക്കെതിരെ പോലും കുഫർ ആരോപിക്കാൻ ഒരു മടിയുമില്ലാത്ത ഈ തെമ്മാടി സുന്നികൾക്കെതിരെ, സുന്നികളുടെ പണ്ഡിതന്മാർക്കെതിരെ ആക്ഷേപമുന്നയിക്കുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിനെ പിന്താങ്ങിക്കൊടുക്കുന്ന ആളുകൾ, അവരോട് നമുക്ക് പറയാനുള്ളത്, എല്ലാ മുജാഹിദുകാരുമല്ലട്ടോ, എനിക്കറിയുന്നതും അറിയാത്തവരുമായ ഒരുപാട് മുജാഹിദുകളുണ്ട്. അവരൊക്കെയും ഈ ഭിന്നിപ്പിനെ എതിർക്കുന്നവരും ഐക്യപ്പെട്ടു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ അതിനിടയില് ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകള് നമുക്കിടയിലേക്ക് കടന്നു വരുമ്പോ നമ്മളോടൊപ്പം നിൽക്കുന്ന ചില ആളുകളൊക്കെ വഴിമാറിപ്പോകാനുള്ള സാധ്യത നമ്മൾ തിരിച്ചറിയണം. നമ്മളോടൊപ്പം നിൽക്കുന്നത് നമ്മൾ മാത്രമല്ല. കണ്ടില്ലേ നിങ്ങള്, IAS ഉദ്യോഗസ്ഥൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാകുന്ന IAS ഉദ്യോഗപ്പണി വലിച്ചെറിഞ്ഞിട്ട് കാശ്മീരികൾക്ക് വേണ്ടി ശബ്ദിക്കാനിറങ്ങിയ കണ്ണൻ ഗോപിനാഥനെ കഴിഞ്ഞ ദിവസം UP പോലീസ് അറസ്റ്റ് ചെയ്തു, പിന്നീട് വിട്ടയച്ചു. അറിയില്ലേ നിങ്ങൾക്ക് ചന്ദ്രശേഖർ ആസാദിനെ? സ്വന്തം ശരീരം പോലും അപകടത്തിലാണ്, ജീവൻ പോലും നഷ്ടപ്പെടുന്ന രോഗമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടു പോലും ആയിരങ്ങളോടൊപ്പം കൂടി മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച നല്ലവനായ ഹിന്ദുവിനെ. അങ്ങനെ തുടങ്ങി എത്ര ആളുകൾ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, കപിൽ സിബൽ, സീതാറാം യെച്ചൂരി, കനയ്യകുമാർ, കേരളത്തിലേക്ക് വന്നാൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അങ്ങനെ തുടങ്ങി നമ്മുടെ നിയമസഭയ്ക്കകത്തുള്ള 139 അംഗങ്ങളിൽ
എത്ര ഹിന്ദുക്കൾ, എത്ര ക്രിസ്ത്യാനികൾ. ഇനി നമ്മൾ മാധ്യമ പ്രവർത്തകരെ എടുത്തു നോക്ക്. എത്ര കൃത്യമായി കാര്യങ്ങളെ അപഗ്രഥിച്ച് സംഘുപരിവാറിന്റെ മാധ്യമ പ്രചാരകരെ വലിച്ചു കീറുന്ന നല്ലവരായ ഹിന്ദുക്കൾ. ഇവരൊക്കെയും നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇതുപോലെയുള്ള ചില പുഴുക്കുത്തുകൾ. നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമുക്ക് പലപ്പോഴും ജാഗ്രത നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം ഈ കൊണ്ടുവന്ന CABയും NRCയും മുസ്ലിമീങ്ങളെ ബാധിക്കുന്നതല്ല എന്ന് മുസ്ലിമീങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി വീടാന്തരം സംഘുപരിവാർ അജണ്ടയുമായി BJP RSS നേതാക്കൾ കയറിയിറങ്ങുകയാണ്. അങ്ങനെ കയറിയിറങ്ങിയപ്പോ നമ്മുടെ പണ്ഡിതന്മാര് പോലും അതിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരു നിമിഷത്തില് കൂടത്തായി നാസർ ഫൈസി അറിയില്ലേ നിങ്ങള്? വേദികളിൽ നിന്ന് വേദികളിലേക്ക് ഓടി ഘോരഘോരമായി പ്രസംഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വീട്ടില് ഇവർ ലഘുലേഖയുമായി കടന്നു വന്നപ്പോ അയാൾക്ക് ആതിഥ്യ മര്യാദ കാണിക്കേണ്ടി വന്നുവത്രേ. ആ ലഘുലേഖ വാങ്ങിയിട്ട് അതിന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു കൊടുക്കേണ്ടി വന്നുവത്രേ. പിന്നീട് അദ്ദേഹം ന്യായീകരിച്ചു. അത് കഴിഞ്ഞു മാപ്പ് പറഞ്ഞു. ഇപ്പോൾ സംഘടന പുറത്താക്കി എന്ന വാർത്തയും കേൾക്കുന്നു. വേറെയും ചില പണ്ഡിതന്മാരും ആ ഒരു വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയണം. നമ്മളെ നിർത്തി ഫോട്ടോ എടുത്ത് നാഗ്പൂരിൽ കൊണ്ടുപോയി അവരുടെ ഓഫീസിൽ ചില്ലിട്ട് സൂക്ഷിക്കാനല്ല, മറിച്ച് മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടത്തി ആളുകളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഐക്യത്തെയും ഈ സമരത്തെയും ഊതിക്കെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ അവരുടെ ചതികളിൽ വീണുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ ഇതിനകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപകടമാണ്, അപമാനമാണ്. ഈ ബില്ലിനെതിരെ സംസാരിക്കാനും ഈ ബില്ലിനെതിരെ സംസാരിക്കുന്നവരെ പിന്താങ്ങാനും കടന്നു വന്നിട്ടുള്ള മുജാഹിദുകളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങളുടെ അകത്ത് ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകള്, ചില തെമ്മാടികള് ആളുകളെ അകറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്. അവരുമായി ബന്ധമുണ്ടെങ്കിൽ, അവരുമായി ഏതെങ്കിലും തരത്തിലുള്ള പരിചയമുണ്ടെങ്കിൽ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നു മാത്രമാണ് പറയാനുള്ളത്. ഇവിടെ നമുക്ക് പഴയ കാര്യങ്ങൾ പറഞ്ഞ് തമ്മിലടിക്കുകയല്ല വേണ്ടത്. പണ്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഓരോരുത്തർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട്, അവരവരുടേതായ താല്പര്യങ്ങളുമുണ്ട്. അതൊക്കെ തൽക്കാലം മാറ്റിവെക്കണം. ഉപേക്ഷിക്കണമെന്ന് പറയുന്നില്ല, പറഞ്ഞാലിട്ട് നടക്കുകയുമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 73 വിഭാഗം എന്നതിവിടെ ഉണ്ടാകണം. അതിൽ സ്വർഗത്തിലേക്ക് പോകുന്നവർ ആരാണ് എന്ന വിഷയത്തിലാണല്ലോ ഈ തർക്കം നടക്കുന്നത്. അതാരാണെന്നുള്ള തർക്കം നടക്കട്ടെ. ഓരോരുത്തർക്കും അവരവരുടേതായ വിശ്വാസവും ആദർശവും പറയാനുള്ള സമയമുണ്ട്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. അവർ നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. നമ്മൾ ഒന്നിച്ചു നിന്ന് അതിനെ നേരിടുകയാണ് വേണ്ടത്. അർഹമുർ-റാഹിമീനായ അല്ലാഹു നമുക്കതിന് സകല സഹായവും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.